ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഔഷധ ഗുണമുള്ള ഇല കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഇല കിട്ടിയിട്ടുണ്ടായി എനിക്ക്. അതൊന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുങ്ങനെ അരിഞ്ഞെടുക്കാം നമുക്ക്. അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 2 ഗ്ലാസ് പച്ചരിയും കൂടി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടി നമുക്കൊന്ന് ക്രഷാക്കി അരച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഈ പരുവത്തിൽ കുറച്ച് ക്രഷായിട്ടാണ് എടുക്കേണ്ടത്, നെയ്സാവരുത്. അത് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അതിലൊരു 1/2 സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലോണം വെള്ളമാക്കണം കേട്ടോ. വെള്ളമാക്കിയിട്ട് വാട്ടിയെടുക്കണം. വാട്ടിയെടുക്കുമ്പോൾ അത് ടൈറ്റാവും. അപ്പോൾ ഇതുപോലെ നമുക്കത് അതിലേക്ക് എന്നിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇല ചേർക്കണം. അത് നല്ലോണം കുഴച്ചിട്ട് അതിൽ മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം കുഴച്ച് മിക്സ് എടുത്ത് നമുക്കതിൽ ആവിയിൽ വേവിച്ചെടുക്കാനാണ്. അപ്പോൾ ഈ പരുവത്തിലാണ് കുഴക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഓരോ ഉരുളകളാക്കിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് വേവട്ടെ. അപ്പം എന്നിട്ട് നമുക്ക് അതിനൊരു കറി ഉണ്ടാക്കണം. അപ്പോൾ കടലക്കറിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ കറിയാണ് കേട്ടോ. കടലക്കറി ഉണ്ടാക്കിയിട്ടും കൂടി ഇതിൽ വെക്കാം. അപ്പോൾ എനിക്ക് കടലക്കറിയിൽ അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ, ഓരോരുത്തർക്ക് അത് ഇഷ്ടപ്പെടും, ഞാൻ പ്ലെയിനായിട്ടാണ് ചെയ്യുന്നത്. പുട്ടിന് കടല കറി വെക്കൂലേ അതുപോലെ. അപ്പോൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലൊരു 2-3 വെളുത്തുള്ളി അല്ലിയും പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് ജീരകവും കറിവേപ്പിലയും ചേർത്ത് നല്ലോണം വറുത്തെടുക്കുക. അപ്പോൾ അത് നല്ലോണം ചൂടാക്കി എടുക്കുന്നുണ്ട് നമ്മൾ. എന്നിട്ട് അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ 1 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്നുകൂടി നമുക്ക് നല്ലോണം ചൂടാക്കി എടുക്കാം. അപ്പോൾ ഈ ഫുഡ് എന്ന് പറഞ്ഞാൽ രാവിലെ നമുക്ക് നാസ്റ്റക്ക് വേണമെങ്കിൽ അത് കഴിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിന് കൊടുത്തയക്കണമെങ്കിൽ അതും ചെയ്യാം. അങ്ങനെ എപ്പോൾ വേണമെങ്കിൽ കഴിക്കാവുന്ന, എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ഫുഡാണ്. അപ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ഇതൊന്നും തോന്നില്ല. നമുക്ക് ഓരോ ഫുഡ് ചില നേരത്തെ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ, അതുപോലെ. എന്നിട്ട് ഇതിപ്പോൾ നമുക്ക് തേങ്ങ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുത്ത് പാനിൽ നമുക്ക് ഉള്ളി, തക്കാളി, പച്ചമുളകെല്ലാം നല്ലോണം വഴറ്റിയെടുത്തിട്ട് ഈ അരച്ച അരപ്പിന് ഇതിലൊഴിക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ അപ്പം വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ തിളച്ച് വരുമ്പോൾ നമുക്കിതിൽ മിക്സാക്കി എടുക്കണം. നല്ലോണം മിക്സാക്കിയിട്ട് കറിയും ഇതൊക്കെ നല്ല മിക്സാക്കിയിട്ട് ഉടച്ചിട്ട് നല്ലോണം എടുക്കണം കേട്ടോ. അപ്പോൾ ഈ പരുവത്തിലായി വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഇല കിട്ടുകയാണെങ്കിൽ ഇതിനൊരു ഔഷധ ഗുണമൊക്കെ അടങ്ങിയിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ ഇത് കഴിച്ചാൽ നല്ലതാണ് എന്നൊക്കെ പറയുന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.